നമസ്കാരം മക്കളെ, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത DOMന്റെ അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവലിന്റെ അടുത്ത രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് 2021 നടന്ന ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് DOMന്റെ എക്സാം ഒക്കെ അപ്ലൈ ചെയ്തതാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പം എക്സാം എന്തായാലും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഇടുന്ന വീഡിയോസ് കറക്റ്റ് കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് 2021 വർഷത്തെ ചോദിച്ച DOMന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Question number 1. As per the DOM, establishment of a deputy തഹസിൽദാർ ഓഫീസ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ക്ലർക്ക്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 ക്ലർക്കാണ് വരുന്നത്. Question number 2. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഇൻ ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ വിൽ കണ്ടെയ്ൻ ഹൗ മെനി പേജസ്? അതായത് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്ത് എത്ര പേജസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 220 പേജസ് ആണ് വരുന്നത്. Question number 3. From among the following, which register is not insisted to be maintained in the office of deputy തഹസിൽദാർ as per DOM? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, അരിയർ ലിസ്റ്റ് ആണ്. Question number 4. Dispatch of revenue business returns of താലൂക്ക് ഓഫീസ് is described in which paragraph of DOM? ഓപ്ഷൻ എ ആണ്, പാരഗ്രാഫ് 124 ആണ്. അപ്പം dispatch of revenue business returns of താലൂക്ക് ഓഫീസ് is described in the paragraph 124. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 15? ഏത് രജിസ്റ്റർ ആണ് ഫോം 15 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, സെക്യൂരിറ്റി രജിസ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. രജിസ്റ്റർ ഷോയിങ് ഹവർ ഓഫ് ഹാൻഡിങ് അവർ ആൻഡ് ടേക്കിംഗ് ബാക്ക് ദ സീൽഡ് ബാഗ് കണ്ടെയ്നിങ് കീ ഓഫ് റെക്കോർഡ് റൂം മെയിൻറ്റെയിൻഡ് ഇൻ വിച്ച് ഫോം? അത് ഫോം നമ്പർ 13 ആണ്. അപ്പോൾ ഫോം നമ്പർ 13 എന്താണ്, റെക്കോർഡ് റൂമുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ഹെഡ് ഓഫ് ദ ഓഫീസ് മെൻഷൻഡ് ഇൻ കോളം 8 ഓഫ് സെക്യൂരിറ്റി രജിസ്റ്റർ മീൻസ്? അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓഫീസർ ഓപ്പണിംഗ് ദ തപാൽ. അതായത് ഓഫീസർ ഓപ്പണിംഗ് ദ തപാലിനെയാണ് എന്താണ് കോളം 8 ഓഫ് സെക്യൂരിറ്റി രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 8? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കാൾ ബുക്ക്. അപ്പോൾ കാൾ ബുക്ക് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം 8. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് കോളം നമ്പർ 4 ഓഫ് രജിസ്റ്റർ ഓഫ് ന്യൂ കേസസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 3? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, റെക്കോർഡ് കീപ്പർ ഇൻഷ്യൽസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് കോളം നമ്പർ 4 ഓഫ് രജിസ്റ്റർ ഓഫ് ന്യൂ കേസസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 3 എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി, റെക്കോർഡ് കീപ്പർ ഇൻഷ്യൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. പെർമനന്റ് ഫയൽസ് ഓഫ് ഇമ്പോർട്ടന്റ് ഓർഡേഴ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഫോർ കേസ് ഓഫ് റെഫറൻസ് ആൻഡ് കെപ്റ്റ് അപ് ടു ഡേറ്റ്. വിച്ച് ഈസ് ദ ഫയലിംഗ് സിസ്റ്റം റെഫേർഡ് ഇൻ പാര 137 ഓഫ് DOM? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സ്റ്റോക്ക് ഫയൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ റൈറ്റിംഗ് ടെലിഗ്രാം ഗ്രേറ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ ടു എന്താണ് എക്സ്ക്ലൂഡ് ഓർ മാറ്റേഴ്സ് ദാറ്റ് ആർ നോട്ട് എസെൻഷ്യൽസ്? ഇൻ റൈറ്റിംഗ് ടെലിഗ്രാം ഗ്രേറ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ ടു എക്സ്ക്ലൂഡ് ഓൾ മാറ്റേഴ്സ് ദാറ്റ് ആർ നോട്ട് എസെൻഷ്യൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്പെഷ്യൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഇംപ്രഷൻ പേപ്പർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് അൺലെസ് മോർ ദാൻ dash copies of matters are required. And answer option B ആണ്, 50 copies ആണ്. Question number 13. Fair copying section superintendent should be provided with a set of pigeon holes to facilitate the observance of which role? And answer in option A ആണ്, economizing envelopes in dispatch ആണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, letter of the same address shall be sent in one envelope എന്നാണ് ഉദ്ദേശിക്കുന്നത്. Question number 14. Who will fix the date and hearing in the office of district collector and district magistrate? അത് district collector ആണ്, ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ് വരുന്നത്, പേപ്പർ സബ്മിറ്റഡ് ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൂ എമംഗ് ദ ഫോളോയിങ് ടു സീ ദ അറേഞ്ച്മെന്റ് ഈസ് പ്രോപ്പർലി അഡ്ഹേർഡ് ടു? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്യാമ്പ് ക്ലർക്ക്. അത് ക്യാമ്പ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് പറയുന്നത്, വാട്ട് ഈസ് ദ റൂൾ റിഗാർഡിംഗ് പഞ്ചിങ് ഓഫ് സ്റ്റാമ്പ്സ്? അത് ഓപ്ഷൻ സി ആണ്, പ്രോപ്പർലി പഞ്ചഡ് വിത്ത് സർക്കുലർ പഞ്ച്. അതായത് പഞ്ചിങ് ഓഫ് സ്റ്റാമ്പ്സ് ഒക്കെ വരുന്നത് എന്താണ്, റൗണ്ട് സീലാണ്. അതാണ് സർക്കുലർ പഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോപ്പർലി പഞ്ചഡ് വിത്ത് സർക്കുലർ പഞ്ച്. അതായത് ഒന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാമ്പ് വീണ്ടും യൂസ് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17. കറക്ഷൻ സ്ലിപ്പ് മസ്റ്റ് ബി പേസ്റ്റഡ് ഇൻ ടു ബുക്ക് വിച്ച് ദേ ബിലോ? വാട്ട് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, വിത്തിൻ 3 days ഓഫ് ദെയർ റെസിപ്റ്റ് ഇൻ ഓഫീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. കേരള ഗസറ്റ് വിൽ ബി സർക്കുലേറ്റഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഓഫീസ്. ഹൂ മസ്റ്റ് റീഡ് ആൻഡ് സർക്കുലേറ്റ്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹെഡ് ഓഫ് ദ സെക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. റവന്യൂ ഡിവിഷൻ ഓഫീസർ മസ്റ്റ് സബ്മിറ്റ് ദ റവന്യൂ ബിസിനസ് റിട്ടേൺ ടു ഡിസ്ട്രിക്ട് കളക്ടർ ബൈ 10th of the month. അതായത് 10ാം തീയതിക്കുള്ളിലാണ് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, റവന്യൂ ബിസിനസ് റിട്ടേൺ. ആർക്ക്? ഡിസ്ട്രിക്ട് കളക്ടർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഡീറ്റെയിൽഡ് അരിയസ് ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ വിച്ച് ഫോം? അത് ഓപ്ഷൻ എ ആണ് വരുന്നത്, ഫോം 10 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. പീരിയോഡിക്കൽ രജിസ്റ്റർ മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോർ ഇൻസ്പെക്ഷൻ ബിഫോർ ദ ശിരസാർ എന്ന് വെച്ചാൽ അത് ഓപ്ഷൻ സി ആണ്, റണ്ണിംഗ് നോട്ട് ഫയൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ഈസ് എ ടൈറ്റിൽ ആസ് പെർ പാര 103 ഓഫ് DOM? അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ദ എൻട്രി ഇൻ ദ ഇൻഡെക്സ് റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പർപ്പസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ദ റെക്കോർഡ് റൂം ഫോർ ഫൈലിംഗ് ഇൻ ഇൻഡെക്സ് സ്ലിപ്സ്? അതിന്റെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ എ ആണ്, ഫൈൽഡ് ഇൻ വൺ കമ്പൈൻഡ് ഇൻഡെക്സ് ഫോർ ദ ഹോൾ ഓഫീസ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഹൂ എമംഗ് ദ ഫോളോയിങ് ഷുഡ് പേഴ്സണലി സ്ക്രൂട്ടനൈസ് ദ ആർ ഡിസ്പോസൽ ഫയൽ വിച്ച് ആർ 30 years old? അതിന്റെ ആൻസർ വരുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അതായത് RDO ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 25 ഇൻകം ടാക്സ് ഫയൽസ് വിൽ ബി കെപ്റ്റ് ഫോർ ഡാഷ് ഇയേഴ്സ്, അതായത് 10 വർഷത്തേക്കാണ്. അപ്പം ഇൻകം ടാക്സ് ഫയൽസ് വിൽ ബി കെപ്റ്റ് ഫോർ 10 years ആസ് പെർ പാര 96 ഓഫ് DOM. ക്വസ്റ്റ്യൻ നമ്പർ 26 വിച്ച് ഡിസ്പോസൽസ് ടു ബി റീറ്റെയിൻഡ് പെർമനന്റ്ലി. ഏത് ഡിസ്പോസൽ എന്താണ് പെർമനന്റ്ലി റീറ്റെയിൻ ചെയ്യേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്, RDIS ആണ്, അല്ലെങ്കിൽ R ഡിസ്പോസൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 വിച്ച് among the following disposal can be destroyed after. അപ്പോൾ ഏത് ഡിസ്പോസലാണ് 3 വർഷത്തിന് ശേഷം നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ K ഡിസ്പോസൽ ആണ്. അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 28 വിച്ച് among the following register can be destroyed after 10 years. അതായത് രജിസ്റ്ററുമായി സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് മിക്ക പരീക്ഷയ്ക്കും കാണാറുണ്ട്. അതായത് എത്ര വർഷം കൂടുന്തോറും ഡിസ്ട്രോയ് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമിനകത്ത് തന്നെ ഏകദേശം 3-4 ചോദ്യം അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 28 നമ്മൾ പറഞ്ഞത് വിച്ച് among the following register can be destroyed after 10 years ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, പീരിയോഡിക്കൽ രജിസ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29 അരിയർ ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം 7 can be destroyed after which period. അത് ഓപ്ഷൻ സി ആണ്, 3 years ആണ്. അരിയർ ലിസ്റ്റ് എപ്പോഴാണ്? 3 years ആണ്. 3 years കഴിഞ്ഞാൽ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഫയലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 ഡിസ്പാച്ച് ബൈ പോസ്റ്റ് ആൻഡ് ലോക്കൽ ഡെലിവറി ബുക്ക് വിൽ ബി ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്. അത് ഓപ്ഷൻ 3 ആണ്, 3 years ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 ഇൻ ദ ഓഫീസ് ഓഫ് കളക്ടർ ഹു വിൽ അപ്രൂവ് ദ ലിസ്റ്റ് ഓഫ് ഡിസ്പോസൽ ഫോർ ഡിസ്ട്രക്ഷൻ ആഫ്റ്റർ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അത് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് ഇതാരാണ് കറക്റ്റ് ആയിട്ടുള്ള അപ്രൂവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32 വാട്ട് ഈസ് ദ ഫയലിംഗ് സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ദ റെക്കോർഡ് റൂം ഇൻ ദ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. അത് ഓപ്ഷൻ സി ആണ്, ഫൈൽഡ് ഓൺ ദ റാക്സ് വെർട്ടിക്കലി ആണ് വരുന്നത് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33 കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് വിച്ച് ദ കളക്ടർ ഡസ് നോട്ട് തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു റിറ്റെയിൻ ഇൻ ഹിസ് ഓൺ കസ്റ്റഡി വിൽ കെപ്റ്റ് ബൈ ഹൂം എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഷെരിസ്താർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 വാട്ട് ഈസ് ദ സിസ്റ്റം ഫയലിംഗ് യൂസ്ഡ് ഫോർ ഫയലിംഗ് കോൺഫിഡൻഷ്യൽ പേപ്പേഴ്സ് ദാറ്റ് ദ കളക്ടർ കീപ്സ് ഇൻ ഹിസ് ഓൺ കസ്റ്റഡി അതർ പേപ്പേഴ്സ് ദാറ്റ് ഹി വിഷസ് ടു റിഫർ ടു ഫ്രീക്വന്റ്ലി. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റോണിയോൺ നമ്പർ അല്ലെങ്കിൽ ആൽഫ സിസ്റ്റം ഓഫ് ഫയലിംഗ് എന്നാണ് അത് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35 വാല്യുബിൾസ് ഇന്റൻഡഡ് ഫോർ ഡിസ്പാച്ച് ടു അതർ ഓഫീസ് വിൽ ബി പുട്ട് ഇൻ ടു എൻവലപ്സ് ഓർ പാക്കറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡാഷ് ആസ് പെർ പാര 77 ഓഫ് DOM. ആരുടെ ഇതാണ്? സൂപ്രണ്ട് അല്ലെങ്കിൽ ഫെയർ കോപ്പി സെക്ഷന്റെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 36 ഫോർ ഫീച്ചർ ഓഫ് കാഷ്വൽ ലീവ് വിൽ ഓർഡിനറി ബി പെനാൽറ്റി ഫോർ ലേറ്റ് അറ്റൻഡൻസ് വിതൗട്ട് പെർമിഷൻ. എ ക്ലർക്ക് ഹു ഹാസ് ഗോട്ട് 6 ലേറ്റ് അറ്റൻഡൻസ് വിതൗട്ട് പെർമിഷൻ ഹൗ മെനി ഡേയ്സ് ഓഫ് കാഷ്വൽ ലീവ് വിൽ ബി ഫോർഫീറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് 2 days ആണ്. അതായത് ഇതിനകത്ത് പറയുന്നത് അപ്പം ഒരാൾ 3 ദിവസം അടുപ്പിച്ച് വിതൗട്ട് പെർമിഷൻ ലേറ്റായി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാഷ്വൽ ലീവായിട്ട് കണക്കാക്കും. അപ്പം 6 ദിവസം ആകുമ്പോഴത്തേന് എങ്ങനെയാണ്? അതായത് 6 ലേറ്റ് അറ്റൻഡൻസ് ആകുമ്പോഴത്തേന് അത് 2 ദിവസമായിട്ട് കണക്കാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 37 ഓൾ മെമ്പേഴ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആർ എക്സ്പെക്ടഡ് ടു അറ്റൻഡ് ഓഫീസ് ഇൻ ടൈം വാട്ട് ഈസ് ദ അവർ ഈഫ് അറ്റൻഡൻസ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 10 AM to 5 PM ആണ്. മെയിനായിട്ട് പറയുന്നത് ഓഫീസ് ടൈമിനെ പറ്റിയിട്ടാണ്, 10 മണി മുതൽ 5 മണി വരെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38 വാട്ട് ഈസ് ദ ഇന്റർവെൽ അലൗഡ് ഫോർ ടിഫിൻ ഓർ ലഞ്ച്. അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഹാഫ് ആൻ അവർ ബിറ്റ്വീൻ 1:30 and 2:30 PM. എന്താണ് വാട്ട് ഈസ് ദ ഇന്റർവെൽ അലൗഡ് ഫോർ ടിഫിൻ ഓർ ലഞ്ച് എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? ഹാഫ് ആൻ അവർ ബിറ്റ്വീൻ 1:30 and 2:30 PM. അതായത് 1:30ക്കും 2:30ക്കും ഇടയ്ക്കുള്ള അരമണിക്കൂറാണ് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ടിഫിൻ കഴിക്കാനായിട്ട് അനുവദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 39 മുസ്ലിം മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് വിൽ ബി അലൗഡ് ടു ബി ആബ്സെന്റ് ഫ്രം ഡ്യൂട്ടി ഡാഷ് ഓൺ ഫ്രൈഡേ ടു അറ്റൻഡ് ജുമാ പ്രേയേഴ്സ്. അതായത് ഫ്രൈഡേയിലുള്ള പള്ളിയിൽ പോക്കിന് മുസ്ലിം മെമ്പേഴ്സിന്റെ കൊടുത്തേക്കുന്ന എന്താണ്? ആബ്സെന്റ് ഫ്രം ഡ്യൂട്ടിയിൽ നിന്ന് ആബ്സെന്റ് ആകുമ്പോൾ അലൗഡ് ആയിട്ടുള്ള ടൈം കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, 2 hours ബിറ്റ്വീൻ 12:30 PM and 2:30 PM. അതായത് 12:30ക്കും 2:30ക്കും ഇടയിലുള്ള 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഇൻ ദ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഷെരിസ്താർ വിൽ ക്ലോസ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ. ഓപ്ഷൻ ബി ആണ്, 10 minutes ആഫ്റ്റർ ദ ഓഫീസ് ഓപ്പൺ. അതായത് അറ്റൻഡൻസിന്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 10 ആണ്. അതിനുശേഷം എന്താണ് അറ്റൻഡൻസ് ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഷെരിസ്താർ വിൽ ക്ലോസ് അറ്റൻഡൻസ് ആഫ്റ്റർ 10 minutes. അതായത് ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 10 to 5 നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് ഒരു 10 minute കഴിഞ്ഞാൽ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 41 കാഷ്വൽ ലീവ് വിൽ നോട്ട് ബി ഗ്രാന്റഡ് ഓൺ വേഗ് ആൻഡ് ജനറൽ ഗ്രൗണ്ട് സച്ച് ആസ്. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, അർജന്റ് പ്രൈവറ്റ് അഫയേഴ്സ്. അതായത് എന്താണ് പറയുന്നത്? അർജന്റ് പ്രൈവറ്റ് അഫയേഴ്സിന് എന്താണ്? അതായത് അർജന്റ് പ്രൈവറ്റ് അഫയേഴ്സിന് കാഷ്വൽ ലീവ് കൊടുക്കില്ല എന്നൊരു ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് എ പിയൂൺ ഫോർ കാഷ്വൽ ലീവ് വിൽ ഹാവ് ടു ബി റൗട്ടഡ് ത്രൂ ഹൂം എന്ന് വെച്ചാൽ ദഫേദാർ ആണ്, ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43 ഇൻ ദ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ദ ആപ്ലിക്കേഷൻ ഫോർ കാഷ്വൽ ലീവ് ഓഫ് എംപ്ലോയീസ് വിൽ ബി സബ്മിറ്റഡ് ടു ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് ബൈ ഹൂം ആസ് പെർ പാര 7 ഓഫ് DOM എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ഷെരിസ്താർ മുഖാന്തരമാണ്. Question number 44 whenever a case of cholera occurs at the dwelling of any clerk he must report the fact to Shiristar by എങ്ങനെയാണ്? ഓപ്ഷൻ ബി, ബൈ വെർബൽ മെസ്സേജ് ആണ്, വാക്കുകൊണ്ട് പറയുന്നതാണ്, അതായത് ബൈ വെർബൽ മെസ്സേജ്. Question number 45 while in the office all members of the establishment must behave quiet and dignified manner. ഓഫീസിലുള്ളവർ എന്താണ്? മാന്യതയോടെയും അതുപോലെ തന്നെ നിശബ്ദതയോടെയും എല്ലാവരുടെ പെരുമാറണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. Question number 46 the district collector is allowing visitors from 3 PM only but as per DOM collector will be prepared receive visitors who wish to see him on official matter on എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ്, എനി ഓഫീസ് ഡേ ഡ്യൂറിംഗ് ഓഫീസ് അവേഴ്സ് ആണ് പറയുന്നത്.
ക്വസ്റ്റൻ നമ്പർ 47, ഹു ഇസ് റെസ്പോൺസിബിൾ ടു സീ ദാറ്റ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് റൂം ആർ പ്രോപ്പർലി സ്വെപ്റ്റ് ആൻഡ് ഡസ്റ്റഡ് ഡെയിലി? അത് ഓപ്ഷൻ എ ദഫേദാറാണ്. എന്താണ് ആരുടെ ചുമതലയാണ് ഡിസ്ട്രിക്ട് കളക്ടറിന്റെ റൂം പ്രോപ്പർലി എന്താണ് വൃത്തിയാക്കിയിടുക എന്നുള്ളത് ദഫേദാറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്വസ്റ്റൻ നമ്പർ 48, ന്യൂ കേസ് രജിസ്റ്റർ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്? അതായത് ന്യൂ കേസ് രജിസ്റ്റർ എപ്പോഴാണ് 5 വർഷം കഴിയുമ്പോഴാണ് എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റൻ നമ്പർ 49, രജിസ്റ്റർ ഓഫ് പേപ്പേഴ്സ് ഇഷ്യൂഡ് ഫ്രം ആൻഡ് റിട്ടേൺ ടു ദ റെക്കോർഡ് റൂം ഈസ് മെയിൻറ്റൈൻഡ് ഇൻ വിച്ച് ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫോം 14 ഓഫ് അപ്പൻഡിക്സ് ബി ആണ്. ക്വസ്റ്റൻ നമ്പർ 50, the record issue register and the record taken out register will be sent to the concerned who will acknowledge the receipt of records in the register എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റൻ നമ്പർ 51 ആണ് പറയുന്നത്. ഡിവൈഡിംഗ് ഓഫീസ് ഇൻടു കൺവീനിയൻസ് സെക്ഷൻ ആൻഡ് ഡ്രോയിങ് എ ക്ലിയർ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് ഷോയിങ് സബ്ജക്ട് സെക്ഷൻ ഹെഡ് ഓഫ് ഈച്ച് സെക്ഷൻ എക്സെട്ര ഈസ് നോൺ ആസ് ടോട്ടൻഹാം സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റൻ നമ്പർ 52, to ensure the regular and systematic return of records to the record room, what should the record keeper do എന്ന് വെച്ചാൽ should prepare a real list for each section for all records which have been absent from the record room. ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്വസ്റ്റൻ നമ്പർ 53, what is the vertical filing of records? Vertical filing of records എന്നാൽ എന്ത് ഓപ്ഷൻ എ ആണ് വരുന്നത്. all records will be found in the record rack vertically. Question number 54, in the office of district collector who will give orders for destruction of files as per detailed in para 96 of DOM എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. ക്വസ്റ്റൻ നമ്പർ 55, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസ്പോസൽ ഈസ് ടു ബി റീറ്റെയിൻഡ് പെർമനന്റ്ലി എന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ ഡി ആണ്, ആർ ഡിസ് ഫയൽ ആണ്. ആർ ഡിസ് ഫയൽ എന്താണ് റീറ്റെയിൻഡ് പെർമനന്റ്ലി ആണ്. ക്വസ്റ്റൻ നമ്പർ 56, വൺ റിട്ടേൺ ഓഫ് ദ ഫയൽ വിത്ത് ഫൈനൽ ഓർഡേഴ്സ് റിഗാർഡിംഗ് ഡിസ്പോസൽ പ്ലസ് മസ്റ്റ് പ്രിപ്പയർ ഡാഷ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അത് ഓപ്ഷൻ സി ആണ്, ഇൻഡ സ്ലിപ്പ് ആണ്. ക്വസ്റ്റൻ നമ്പർ 57, എൽ ഡിസ്പോസൽ അല്ലെങ്കിൽ എൽ ഡിസ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ 1 ഇയർ. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ എന്താണ് എൽ ഡിസ്പോസൽ അല്ലെങ്കിൽ എൽ ഡിസ് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റൻ നമ്പർ 58, ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് ഡിസ്പോസൽ ഇൻ എനി കേസ് ക്യാൻ ബി ഇൻഡെക്സ്ഡ് എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, ഓൾ ആർ ആൻഡ് ഡി ഡിസ്പോസൽസ്. ക്വസ്റ്റൻ നമ്പർ 59, ഇൻ റെക്കോർഡ് റൂം ദ സ്ലിപ്സ് ആർ ഫൈൽഡ് ഡാഷ് ഫോർ ഹോൾ ഓഫീസ്. അത് ഓപ്ഷൻ സി ആണ്, സ്ലിപ്സ് ആർ ഫൈൽഡ് ഇൻ 1 കമ്പൈൻഡ് ഇൻഡെക്സ് ഫോർ ഹോൾ ഓഫീസ് ആണ്. Question number 60, the importance of prefixing titles to all communication should be remembered. It will be observed that the rule that the title of every communication, petition, etc. should be written at the head of it. Option B ആണ്. Question number 61, what is the title as detailed in para 103 of DOM? The answer in option A ആണ്, the entry in the index relating to an individual paper ആണ്. Question number 62, the first thing to do when writing an index title is to select a head ആണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. Question number 63, what is AS as detailed in para 3 of DOM? AS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അത് ഓപ്ഷൻ സി ആണ്, അപ്പീൽ സ്യൂട്ട് ആണ്. Question number 64, a document liable to stamp duty under Court Fee Act is insufficiently stamped, then what will do? അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, return to the party to be sufficiently stamped. അതായത് സഫീഷ്യന്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. Question number 65, when collector is on tour, files will be sent to camp office in accordance with a final തപാൽ arrangement. Who will draft it? Office, അത് എന്താണ് ബി ആണ് വരുന്നത്, ക്യാമ്പ് ക്ലർക്ക് ആണ് വരുന്നത്. Question number 66, what is classification in arrangement of paper to the district collector? ഓപ്ഷൻ സി ആണ്, ഓർഡിനറി, അർജന്റ് ആൻഡ് വെരി അർജന്റ് വിൽ ബി ക്ലാസിഫൈഡ് ആൻഡ് അറേഞ്ച്. അതായത് എങ്ങനെയൊക്കെ അറേഞ്ച് വെച്ചാൽ ഓർഡിനറി ആയിട്ടുള്ളത് അറേഞ്ച് ചെയ്യണം, അർജന്റ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്യണം, വെരി അർജന്റ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്യണം. ഇന്നത്തെ ക്വസ്റ്റൻ നമ്പർ 67 ആണ്, സെക്യൂരിറ്റി രജിസ്റ്റർ വിൽ ബി മെയിൻറ്റൈൻഡ് ഇൻ വിച്ച് ഫോം? അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 15 ഫോമിലാണ്. ക്വസ്റ്റൻ നമ്പർ 68, വിച്ച് among the following is a register not insisted to be maintained in a revenue divisional office as per DIM? ഓപ്ഷൻ ബി ഡി ആണ് വരുന്നത്, സ്യൂട്ട് രജിസ്റ്റർ ആണ്. എന്താണ് ഓപ്ഷൻ ഡി, സ്യൂട്ട് രജിസ്റ്റർ ആണ്. ക്വസ്റ്റൻ നമ്പർ 69, വാട്ട് ഈസ് ദ കളർ ഓഫ് ജാക്കറ്റ് ഓഫ് ആർ ഡിസ്പോസൽ? ആർ ഡിസ്പോസലിന്റെ ജാക്കറ്റിന്റെ കളർ എന്താണെന്ന് വെച്ചാൽ ബി ആണ്, ബ്രൗൺ ആണ് വരുന്നത്. ഓപ്ഷൻ ബി, ബ്രൗൺ ആണ് വരുന്നത്. അടുത്തതായി പറയുന്നത് ക്വസ്റ്റൻ നമ്പർ 70 ആണ്. ആസ് പെർ DOM, എ റവന്യൂ ഡിവിഷണൽ ഓഫീസ് കൺസിസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡാഷ് ക്ലർക്സ്. ഓപ്ഷൻ എ ആണ്, എന്താണ് 4 to 6 ആണ് വരുന്നത്. ക്വസ്റ്റൻ നമ്പർ 71, ഇൻ എ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രോംപ്റ്റ് ഫെയർ കോപ്പിംഗ് ആൻഡ് ഡിസ്പാച്ച് ഓഫ് പേപ്പർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, ഹെഡ് ക്ലർക്ക് ആണ്. ക്വസ്റ്റൻ നമ്പർ 72, ഓർഡിനറി കാൾസ് വിൽ ബി രജിസ്റ്റേർഡ് ഇൻ വിച്ച് രജിസ്റ്റർ? ഓർഡിനറി കാൾസ് ഏത് രജിസ്റ്ററിലാണ് ചെയ്യുന്നത് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, പേഴ്സണൽ രജിസ്റ്ററിലാണ്. ക്വസ്റ്റൻ നമ്പർ 73, പേപ്പർ ദാറ്റ് ലൈ ഓവർ മന്ത്സ് ആൻഡ് ദോസ് വിച്ച് റിലേറ്റഡ് ടു റിട്ടേൺ ഓഫ് റെക്കോർഡ്സ് ആൻഡ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ സ്പെഷ്യൽ രജിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ വിച്ച് രജിസ്റ്റർ? ഓപ്ഷൻ സി ആണ്, കോൾ ബുക്ക് ആണ് വരുന്നത്. ക്വസ്റ്റൻ നമ്പർ 74, വാട്ട് ഈസ് എക്സൻഡിസ്? എക്സൻഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പേഴ്സ് വിച്ച് ആർ റിട്ടേൺ ഇൻ ഒറിജിനൽ ഡു നോട്ട് രജിസ്റ്റർ ആണ് എക്സൻഡിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, എന്താണ് അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം, ഒറിജിനലായിട്ട് റിട്ടേൺ ചെയ്യണം, എന്താണ് രജിസ്റ്ററിൽ എന്താണ് നോട്ട് ഇൻ രജിസ്റ്റർ ആണ്, എന്താണ് എക്സൻഡിസ് എന്ന് പറയുന്നത്. ക്വസ്റ്റൻ നമ്പർ 75, കെ ഡിസ്പോസൽ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഡാഷ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ ആണ്, 3 years. ക്വസ്റ്റൻ നമ്പർ 76, ഇൻ താലൂക്ക് ഓഫീസ് സബ്ജക്ട് ടു ജനറൽ കൺട്രോൾ ഓഫ് തഹസിൽദാർ ഹു ഷുഡ് ബി മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ഹോൾ ഓഫീസ്? അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹെഡ് ക്വാർട്ടർ ഡെപ്യൂട്ടി തഹസിൽദാർ. ക്വസ്റ്റൻ നമ്പർ 77, വാട്ട് ഈസ് കോളം 5 ഓഫ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ? അതായത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലെ കോളം 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്, റെക്കോർഡ് കീപ്പർ അക്നോളജ്മെന്റ് വിത്ത് ഡേറ്റ് ആണ്. ക്വസ്റ്റൻ നമ്പർ 78, ഇൻ ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹി ഷുഡ് പെർഫോം ദ ഫംഗ്ഷൻസ് അസൈൻഡ് ഡാഷ് ഇൻ ദ DIM. എങ്ങനെയാണ്? കളക്ടർ ആൻഡ് ഷെരിസ്താർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹി ഷുഡ് പെർഫോം ദ ഫംഗ്ഷൻ അസൈൻഡ്, എന്താണ് ഓപ്ഷൻ സി ആണ്, കളക്ടർ ആൻഡ് ഷെരിസ്താർ ആണ് വരുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 79 ആണ്. വാട്ട് ഈസ് പാരഗ്രാഫ് 95 ഓഫ് DOM? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് വരുന്നത്. അതായത് റെക്കോർഡ്സ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പാരഗ്രാഫാണ് എന്താണ് 95 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 80. വാട്ട് ഈസ് കോളം 3 ഓഫ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ഇൻ ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ? അതായത് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസിൽ കീപ്പ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ മൂന്നാമത്തെ കോളം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. നമ്പർ ഓഫ് ക്ലർക്ക് ആൻഡ് ഹിസ് ഇനിഷ്യൽ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇൻ ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹു വിൽ മെയിൻറ്റെയിൻ ദ കാൾ ബുക്ക്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹെഡ് ക്ലർക്ക് ആണ് വരുന്നത്. അതായത് കോൾ ബുക്ക് കൂടുതൽ എന്താണ് ഹെഡ് ക്ലർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 82. എ കോൾ ബുക്ക് മെയിൻറ്റെയിൻഡ് ഇൻ ദ താലൂക്ക് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ഡാഷ് ഇയേഴ്സ്? കോൾ ബുക്ക് ആണെങ്കിൽ എന്താണ് 3 വർഷം കഴിഞ്ഞാൽ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. രജിസ്റ്റർ ഷോയിങ് ഹവേഴ്സ് എക്സെട്ര ഓഫ് ഹാൻഡിങ് അവർ ആൻഡ് ടേക്കിംഗ് ബാക്ക് ദ സീൽഡ് ബാഗ് കണ്ടെയ്നിങ് ദ കീ ഓഫ് ദ റെക്കോർഡ് റൂം ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ എന്താണ് ഓപ്ഷൻ എ ആണ് 1 ഇയർ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 84. റണ്ണിംഗ് നോട്ട് ഫയൽസ് ടു പേഴ്സണൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ഇൻ ദ റവന്യൂ ഡിവിഷണൽ ഓഫീസ് അതായത് RDO ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 85. പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ അതായത് പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ എപ്പോഴാണ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്താണ് 10 വർഷം കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പേപ്പർ സ്യൂട്ട് രജിസ്റ്റർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. Question number 86. As per para 27 of DOM, it is desirable that whenever possible the tawal should be opened in the presence of a district collector ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Question number 87. Who will enter the valuables in usual security register in the office of the district collector? which ഓപ്ഷൻ എ ആണ് എന്താണ് തപാൽ ക്ലർക്കാണ് അത് എൻ്റർ ചെയ്യുന്നത്. Question number 88. In the office of district collector, ശരി sir marked a paper F. What does it mean? ഓപ്ഷൻ സി ആണ് പേപ്പർ ഷുഡ് ബി ഫൈൽഡ്. അതായത് എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസ് ശരി സാർ മാർക്ക് ഒരു പേപ്പർ F ഒന്ന് മാർക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ് പേപ്പർ ഷുഡ് ബി ഫൈൽഡ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. Question number 89. A current that originates in the office is treated just like any other new case. The word dash will be ended after the title. എന്താണ് എറൈസിംഗ് ഫയൽ എന്ന് എഴുതും അതിനകത്ത്. Question number 90. Personal papers relating to officials will be indexed under ഓപ്ഷൻ എ ആണ് വരുന്നത്. നെയിം ഓഫ് ദ ഓഫീസർ കൺസേൺഡ് ആണ്. Question number 91. What papers need not be registered from among the following? അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. പേപ്പർ മാർക്ക്ഡ് F ആണ് വരുന്നത്. Question number 92. Papers marked dash will be kept in separate logged bundle and destroyed after 1 year. ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് Excel disk ആണ്. Question number 93. An application for renewal of gun license should be ended in which register എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. രജിസ്റ്റർ ഓഫ് ഗൺ ലൈസൻസ്. രജിസ്റ്റർ ഓഫ് ഗൺ ലൈസൻസിലാണ് എന്താണ് ആപ്ലിക്കേഷൻ ഫോർ ദ റിന്യൂവൽ ഓഫ് ഗൺ ലൈസൻസ് കൊടുക്കേണ്ടത്. Question number 94. An application for renewal of gun license was submitted in the office of district collector. Then C has been marked in the file. What does it means? എന്താണ് ഓപ്ഷൻ ഡി എന്നുള്ള ക്യാൻസൽഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Question number 95. Plague correspondence should be entered in which register? അത് പേഴ്സണൽ രജിസ്റ്റർ ആണ്. Question number 96. What is the color of fly leaf of current file? അതായത് കറണ്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബ്ലൂ ആണ് വരുന്നത്. Question number 97. Papers in the current file must be arranged in chronological order and the pages must be numbered in dashing. എങ്ങനെയാണ് അത് റെഡ് ഇങ്ക് വഴിയാണ്. അതായത് പേപ്പേഴ്സ് ഇൻ ദ കറണ്ട് ഫയൽ മസ്റ്റ് ബി ക്രോണോളജിക്കൽ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യാൻ വേണം. അതുപോലെ നമ്പർ ചെയ്യുന്ന ഏത് ഇങ്ക് ഉണ്ടായിരിക്കണം റെഡ് ഇങ്ക് ഉണ്ടായിരിക്കണം. Demi-official and unofficial communication having a clear bearing as the correspondent must be attached to dash file എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കറണ്ട് ഫയൽ. Which register is maintained in form 4 as per DOM? അത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഫെയർ കോപ്പി രജിസ്റ്റർ ആണ്. Question number 100. When it is necessary to refer in one file to another file that has not been disposed of, the two file will be എന്ത് ചെയ്യണം ലിങ്ക് ചെയ്യണം. ഓപ്ഷൻ സി ആണ് വരുന്നത് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DOMന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 60-70 മാർക്കോളം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകം അതിനുവേണ്ടി എഫോർട്ട് ഉണ്ട് പിന്നെ ആവശ്യം വരുന്നില്ല. എല്ലാവരും വീഡിയോ നല്ല രീതിയിൽ കാണുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു 5-6 പാർട്ടായിട്ട് നമ്മൾ DOM ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എക്സാം ഒക്കെ ഏകദേശം അടുത്ത് എത്തി നിൽക്കുകയാണ്.